ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല. ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടാണ് യൂസ് Emptiness feel. ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകൾ ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണ്. കുഞ്ഞുറങ്ങുമ്പോൾ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റാറുണ്ട്. കുഞ്ഞിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ബയോളജിക്കൽ ആണ്. ഭക്ഷണത്തിനോടുള്ള വിരക്തി. രോഗി അവസാനം എത്തിച്ചേരുക ആത്മഹത്യയിലേക്കാണ്. ഹായ് ഓൾ, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ മിന്നു. ഞാൻ ഡോക്ടർ അഞ്ജു. ഇന്ന് നമ്മുടെ ഗസ്റ്റായി വന്നിരിക്കുന്നത് ഡോക്ടർ ഗീതിക. നാഷണൽ ആയുഷ് മിഷന്റെ മാനസികാരോഗ്യ പ്രോജക്റ്റായ ഹർഷത്തിന്റെ കൊല്ലം ജില്ലയുടെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ഗീതികയ്ക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഹായ് മാം. ഹായ്. ഹായ്. ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ചെറിയ ഹോർമോൺ ഡിപ്ലീഷൻ്റെ ഒരു ബാഡ് ഫേസ് എല്ലാവർക്കും ഉണ്ട്. അതിന് നമ്മൾ ബേബി ബ്ലൂസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം അതിനെ നമുക്ക് PPD, അതായത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ തരംതിരിക്കാം? നമ്മൾ സാധാരണ എല്ലാവരും സൊസൈറ്റിയിലൊക്കെ ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും എല്ലാവരും ഡിപ്രഷനാണ്. പക്ഷെ അത് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല. അതെ, അതുകൊണ്ട് തന്നെ സാധാരണ വിഷമവും ഡിപ്രഷനും എല്ലാം രണ്ട് തന്നെയാണ്. നമുക്ക് കുറേയേറെ ക്രൈറ്റീരിയയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ വിഷാദം ഒരു വിഷാദ രോഗമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണിതും. പ്രസവം എന്നുള്ളതൊരു വലിയൊരു ഘട്ടമാണ്. ഗർഭകാലവും അതിനുശേഷമുള്ള പ്രസവത്തിലൂടെയും കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് രണ്ടാമത്തെ ഒരു ജന്മം പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ചേഞ്ചസും അതുപോലെ വളരെ വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികമായ അവസ്ഥ വ്യത്യസ്തമാണ്. അതിനോടൊപ്പം സാമൂഹികവും കുടുംബ പശ്ചാത്തലങ്ങളും വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഒരു വ്യക്തി കടന്നു പോകുന്ന അവസ്ഥകളെ നമുക്ക് തരംതിരിക്കാൻ പറ്റുള്ളൂ. പ്രസവത്തിന് ശേഷം സംഭവിക്കുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകൾ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്നാണ് താഴേക്ക് വരിക. അപ്പം ഇതിനോടൊപ്പം തലച്ചോറിലെ പലതരത്തിലുള്ള രാസവസ്തുക്കളുടെ പ്രവർത്തനങ്ങളിലും വ്യത്യാസം വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സെറട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെയധികം കുറയുകയും ഇതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തു. ഇതിലുണ്ടാകുന്ന കുറവാണ് നമ്മൾ ഈ പറയുന്ന പോലത്തെ പോസ്റ്റ് പാർട്ടം അവസ്ഥകളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സാധാരണ പ്രസവം കഴിയുമ്പം അതിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആയിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ഇതുപോലെ പ്രസവാനന്തര ഹോർമോണുകളുള്ള വ്യത്യാസങ്ങൾ 80% സ്ത്രീകളിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ശാരീരികമായിട്ടുള്ള വിഷമതകളുടെ ഒപ്പം തന്നെ മനസ്സിന് ചെറിയ ചെറിയ പെട്ടെന്ന് ദേഷ്യം വരുന്നു, കരച്ചിൽ വരുന്നു. അതെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണ്. പക്ഷെ എന്നാലും പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ പലപ്പോഴും കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹഭാവത്തിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഒരു അവേർഷൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വെപ്രാളം. ഒരു അറ്റാച്ച്മെന്റ് പെട്ടെന്ന് തോന്നില്ല. അതെ, വെപ്രാളം കറക്റ്റ് വേണം. അതെ. അതേപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പെട്ടെന്ന് നമ്മൾ ഏത് തരം ഡെലിവറി ആണെങ്കിലും കഴിച്ച് പോസ്റ്റ്നേറ്റൽ റൂമിലേക്ക് കിടക്കുമ്പോഴുള്ളൊരവസ്ഥയുണ്ടല്ലോ. കുഞ്ഞ് ഫീഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പാലുണ്ടാവില്ല, അതിനോടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ 80% സ്ത്രീകളിലും ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് മാറാറുണ്ട്. അതിനെ നമുക്ക് ബേബി ബ്ലൂസ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കുന്നു. തലച്ചോറിലുള്ള രാസവസ്തുവായ സെറട്ടോണിൻ്റെ അളവ് വളരെയധികം കുറയുകയും നമ്മൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒരു 2 ആഴ്ച കാലത്തോളം നീണ്ടു നിൽക്കുകയും വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം തുടർച്ചയായി കാണിക്കുകയും ചെയ്യുമ്പോൾ അതൊരു പ്രസവാനന്തര വിഷാദമായിട്ട് നമ്മൾ കണക്കാക്കുകയും അതിന് ചികിത്സ ആവശ്യമായി മരുന്നുകളോടൊപ്പമുള്ള ചികിത്സകൾ ആവശ്യമായി വരികയും ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് കുറേയധികം ലക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. നമുക്കൊരു കുഞ്ഞിനോട് പെട്ടെന്നൊരു സ്നേഹം തോന്നില്ല. കാരണം അമ്മ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിരിക്കും. അകാരണമായിട്ട് അമ്മയ്ക്കൊരു വിഷമം വന്ന് തുടങ്ങാം. അമ്മയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ചുറ്റും സമൂഹവും കുടുംബത്തിൽ നിന്നൊക്കെയുള്ള അവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് സ്വീകാര്യമാവുന്നൊരു രീതിയിലേക്ക് വരണം എന്നില്ല. അതെ. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കുന്നു. അമ്മയ്ക്ക് സ്വന്തമായിട്ട് തന്നെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എംപ്റ്റിനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിനോടൊപ്പം
നമ്മുടെ വിഷാദരോഗം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഏകദേശം ഒരു 9 ലക്ഷണങ്ങളുണ്ട്. പ്രധാനമായിട്ടൊരു 9 ലക്ഷണങ്ങളുണ്ട്. ആ 9 ലക്ഷണങ്ങളിൽ 2 ആഴ്ചക്കാലത്തോളം നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മളതിനൊരു വിഷാദരോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്കൊരു എക്സോഷൻ ഉണ്ടാവും, ഒരു ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ജനറലായിട്ട് തോന്നുന്ന ആ ഒരു ക്ഷീണവും തളർച്ചയിൽ നിന്ന് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് ഇവർക്ക് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെ ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും DSM-5 പോലത്തെ പുസ്തകങ്ങൾ ഇതിനെ ഡിപ്രഷൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടേമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു ടയർഡ്നെസ്സും ഡിപ്രഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഡിപ്രഷൻ ശരിക്കും ഡിപ്രസീവ് ഡിസോർഡർ നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 9 ലക്ഷണങ്ങൾ 2 ആഴ്ചക്കാലത്തോളം നീണ്ടു നിൽക്കുമ്പോഴാണ് നമുക്കതൊരു വിഷാദ രോഗമാണ് എന്ന് ക്ലിനിക്കലി പറയാൻ പറ്റുക. ഈ 9 ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, പെട്ടെന്നൊരു ദിവസം നമ്മൾക്ക് വളരെയധികം ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുക. കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഭയങ്കര വിഷമമായിട്ട് തന്നെ തോന്നുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഉറക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നു. സാധാരണ ഉറക്കം കിട്ടാതെ വരുന്നു, നീണ്ടു നിൽക്കുന്ന ഉറക്കം കിട്ടുന്നില്ല. അതിൽ വിഷാദരോഗത്തിലെ പ്രധാനമായിട്ടുള്ള അവസ്ഥ, കുഞ്ഞുറങ്ങുമ്പോൾ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റാറുണ്ട്. അതെ, ഇതിപ്പോൾ നമ്മൾ വിഷാദത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം നോർമലി നമ്മൾ പറയുന്ന ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ 9 ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഉറക്കത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ തന്നെ വിഷാദ രോഗിയുടെ ഒരു പ്രശ്നം, അവർക്ക് സാധാരണ ഉണരുന്നതിനേക്കാളും കുറേ അധികം സമയം മുന്നേ അവർ ഉണരും. ഇപ്പോൾ ഒരു 5 മണിക്കൊക്കെ ഉണരുന്ന ഒരാളാണെങ്കിൽ അയാളൊരു 3 മണി 2:30 ആകുമ്പോഴത്തേക്കും തന്നെ അയാൾ ഉറക്കം ഉണരാൻ തുടങ്ങുന്നു. കൂടുതലും അങ്ങനെയാണ് വിഷാദ രോഗത്തിൽ. അതിനോടൊപ്പം തന്നെ പതുക്കെ ഉറക്കത്തിൻ്റെ ഒരു നല്ല ഉറക്കം നഷ്ടമായി തുടങ്ങുന്നു. ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. മറ്റൊന്ന്, അയാൾ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടുന്നതായിരിക്കും. അതെ, ഇതിനോടെല്ലാം തന്നെ ഒരു ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. മറ്റൊന്ന്, ഭക്ഷണത്തിനോടുള്ള വിരക്തി. ചിലർക്ക് കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കാതെ ആവുന്നു, അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയുന്നു. പക്ഷെ മറ്റു ചിലരിൽ ഭക്ഷണം ഒരുപാട് കഴിക്കുകയും ചെയ്യുന്നുണ്ട്, വെയിറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. ടീനേജേഴ്സിലും കുട്ടികളിലുമൊക്കെ നമുക്ക് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതാണ് വിഷാദരോഗത്തിൽ പലപ്പോഴും കാണുക. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാതെ പോവുകയും ചെയ്യും. അതെ, അതിനോടൊപ്പം തന്നെ അവർക്ക് വിഷമം എന്നുള്ള അവസ്ഥയെക്കാളും അവർ ഒരു ദേഷ്യം എന്നുള്ള അവസ്ഥയായിരിക്കും കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. മറ്റ് ലക്ഷണങ്ങൾ ഇതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട 3 ലക്ഷണങ്ങളുണ്ട്. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ഈ 3 എണ്ണമാണ് വിഷാദ രോഗത്തിൻ്റെ പ്രധാനമായി കാണിക്കുന്നത്. നമ്മുടെ ചുറ്റും നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും, ഫാമിലിയിലൊക്കെ ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ വളരെ ഹെൽപ്ലെസ്സാണ് എന്നൊരു തോന്നലുണ്ടാവും. ഹോപ്പ് ഒന്നുമില്ല, അടുത്തൊരു ഭാവിയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തിലേക്ക് പോലും ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനോടൊപ്പം മറ്റൊന്ന്, ഞാൻ ഒട്ടും വെർത്തല്ല എന്നൊരു തോന്നലും കൂടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ 3 അവസ്ഥകളും കൂടെ ചേർന്ന് ശരീരത്തിൻ്റെ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കൂടെ ആകുമ്പോഴത്തേക്കും വിഷാദ രോഗി അവസാനം എത്തിച്ചേരുക ആത്മഹത്യയിലേക്കാണ്. കാരണം പിന്നെ ജീവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഒരു ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ വിഷാദരോഗത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. നമ്മൾ ഈ സാധാരണ പറയുന്ന ക്ഷീണം 1-2 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ എന്ത് പ്രവൃത്തിയാണോ നമ്മളെ ക്ഷീണമാക്കിയത് അതിൽ നിന്ന് കുറച്ച് വിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ വിഷാദരോഗം അങ്ങനെയല്ല. നമുക്ക് എത്ര തന്നെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, എത്ര ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലും, അതെ, അവിടെ സംഭവിക്കുന്നത് തലച്ചോറിൽ വരുന്ന രാസവസ്തുക്കളുടെ വ്യത്യാസം മൂലം തന്നെയാണ്. അതുകൊണ്ട് ഉപദേശങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ അതൊന്നും മാത്രം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതെ, അവിടെ നമുക്ക് കൃത്യമായ മരുന്നുകൾ തന്നെ വേണം. വിഷാദ രോഗം തന്നെ, ഡിപ്രഷൻ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എമർജൻസി വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആത്മഹത്യാ പ്രവണതയിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഒരു കൗൺസിലിംഗ് സെഷനോ നിർത്തിയിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് എമർജൻസി മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ കിടത്തി ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ അവിടെ വേണ്ടി വരും. അതിനോടൊപ്പം നമ്മൾ മറ്റ് ചികിത്സാ രീതികളും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വിഷാദരോഗത്തിൻ്റെ അതേ ലക്ഷണം കൂടെ തന്നെയാണ് പലപ്പോഴും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെയും അവസ്ഥ. ചില അമ്മമാർ ഒപ്പിൽ വന്ന് പറയും, പ്രസവത്തിന് ശേഷം അവർക്ക് മടിയാണ്, അഹങ്കാരമാണ് എന്നൊക്കെയുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. കുട്ടികളെ നോക്കാൻ തോന്നുന്നില്ല. അതെ, ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വരിക. പക്ഷെ നമ്മൾ വിശദമായി അവരോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവരൊരു പ്രസവാനന്തര വിഷാദത്തെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്.
അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിന് എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുകയും എന്നുള്ളതാണ് അത്യാവശ്യം.